ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വർഷയുടെ അമ്മ മഹിമ വർഷയുടെ താലിമാറ്റൽ ചടങ്ങ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ചന്ദ്രയുടെ അഭ്യർത്ഥന പ്രകാരം ശ്രുതിയുടെയും കൂടെ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രുതിയുടെ അച്ഛനോട് എളുപ്പം മലേഷ്യയിൽ നിന്ന് വരാൻ ചന്ദ്ര ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം ശ്രുതിക്ക് അച്ഛനില്ലല്ലോ. ശ്രുതിയുടെ അച്ഛൻ മരിച്ചുപോയി. ഇവരോടാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മലേഷ്യയിലെ വലിയ പണക്കാരനാണെന്നാണല്ലോ. ചന്ദ്രയാണെങ്കിൽ ചീത്ത പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, നിന്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല, മോളുടെ ചടങ്ങിന് എന്താ അദ്ദേഹം വരില്ലേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറഞ്ഞു, ഒന്നും പ്രശ്നമൊന്നുമില്ല ആൻറ്റി, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, അച്ഛൻ വരും, ചടങ്ങിന് സമയത്തെത്തും എന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട്. എന്നാലും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ്. താലിമാറ്റൽ ചടങ്ങിന് കാശൊക്കെ വേണമല്ലോ, അതിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ്. ശ്രുതിക്ക് ഒന്നാണ്ട് തന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ല കടങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കുറേ കടബാധ്യതകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി ചടങ്ങും കൂടി നടത്തുമ്പോൾ പൈസയുടെ കാര്യം വേറെ, അച്ഛനെ കൊണ്ടുവരാൻ പറയുന്ന കാര്യം വേറെ. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി മീര പറയുന്നുണ്ട്, അച്ഛനായിട്ട് അഭിനയിക്കാൻ ഒരാളെയും കൂടി വിളിച്ചാലോ, അന്ന് മാമനെ കൊണ്ടുവന്നതുപോലെ. ശ്രുതി ചീത്ത പറയുന്നുണ്ട്, ഇനി ആരെയും കൊണ്ടുവരാനൊന്നും നിൽക്കണ്ട ആൻറ്റി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം, അച്ഛൻ ഫ്ലൈറ്റ് കയറിയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം, പൈസക്ക് എന്ത് ചെയ്യുമെന്നാ ആലോചിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പൈസയുടെ കാര്യം ആലോചിച്ച് മീരയുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയും, എൻ്റെ കയ്യിലില്ല, കൂടി വന്നാൽ 10 20 ഒക്കെ കാണത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അയ്യോ അതൊന്നും മതിയാവില്ല, എനിക്ക് ഇനിയും കൂടുതൽ കാശ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മയെ വിളിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അമ്മ ഞാൻ മാസം അയച്ചു തരുന്ന പൈസയില്ലേ, അതിലെന്തെങ്കിലും അമ്മയുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, മോളെ അത് പിന്നെ എന്തായാലും മോളുടെ ആവശ്യത്തിനല്ലേ ഞാൻ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ അമ്മ ഫോണും വെക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അമ്മ നേരെ പാർലറിലോട്ട് വരുവാണ് ശ്രുതിയെ കാണാൻ വേണ്ടി, പൈസയൊക്കെ ആയിട്ട്. എന്നിട്ട് ശ്രുതിക്ക് പൈസ കൊടുക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മ. ആ ടൈമിലാണ് അവിടെ ചന്ദ്രയും കയറി വരുന്നത്. ചന്ദ്ര വരുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാവും. ശ്രുതി പറയും, ഇതാ ഞാൻ അമ്മയോട് പാർലറിലോട്ടൊന്നും വരല്ലേ എന്ന് പറയണത്, ചന്ദ്ര ആൻറ്റിക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്നോട് ദേഷ്യമാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയതുകൊണ്ട്, ഇനിയിപ്പോൾ ഈ അമ്മേനെയും കൂടി ഇവിടെ കണ്ട ആകെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോഴേക്കും എന്താ ശ്രുതി അമ്മയെ എളുപ്പം മറ്റേ ഫേഷ്യലൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി രൂപമൊക്കെ മാറ്റി അവിടെ ഇരുത്തുവേ. അപ്പോൾ ചന്ദ്ര അകത്തോട്ട് കയറിയിട്ട് പറയും, മോളെ എന്താ അച്ഛൻ വരില്ലേ, ഇതുവഴി പോയപ്പോൾ ഞാൻ കയറിയതാണെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അവർ ആൻറ്റി അച്ഛൻ വരും, ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്, അപ്പോൾ എന്തായാലും നാളെ ഇവിടെ എത്തും എന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട്. എന്നിട്ട് കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് പറയും, ഇതെൻ്റെ അച്ഛൻ തന്നതാണ്, താലിമാറ്റൽ ചടങ്ങല്ലേ, താലി മേടിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ പൈസ നേരത്തെ കൊടുത്തയച്ചു എന്ന് പറഞ്ഞ് അമ്മ കൊണ്ടുവന്ന പൈസ ചന്ദ്രയെ ഏൽപ്പിക്കും. ചന്ദ്രക്ക് അപ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ താലിമാറ്റൽ ചടങ്ങിലെ വിശേഷങ്ങളാണ്. അതായത് ശ്രുതി അപ്പോൾ മീരയോട് പറയുന്നുണ്ട്, അവിടെ വീട്ടിലേതായാലും ഒരു റൗഡി ഉണ്ടല്ലോ, ആ റൗഡിയെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിക്കണം, ഇറിറ്റേറ്റ് ചെയ്ത് ആ സച്ചിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം എല്ലാവരും പതിയെ മറന്നും പോകും. കാരണം ഏറ്റവും വലിയ പ്രശ്നം അവിടെ നടക്കുമ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം ആരും എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കില്ലല്ലോ. പിന്നെ എല്ലാം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞോളാം, അച്ഛൻ വരാൻ പോയപ്പോൾ ഇവിടെ ആകെ പ്രശ്നമായിരുന്നു, അതുകൊണ്ടാണ് അച്ഛൻ വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചന്ദ്ര ആൻറ്റിയെ സമാധാനിപ്പിച്ചോളാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ താലിമാറ്റൽ ചടങ്ങ് നടക്കുവാണ്. അച്ഛനെവിടെ എന്നുള്ള ചന്ദ്രയുടെ ചോദ്യങ്ങളാണ് ശ്രുതിക്ക് സഹിക്കാൻ പറ്റാത്തത്. ശ്രുതി അപ്പോഴും പറയുന്നത് അച്ഛൻ എത്തും, ഫ്ലൈറ്റിലാണ്, ഫ്ലൈറ്റ് ഡിലേ ആണെന്നൊക്കെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. മറ്റേ നമ്മുടെ വർഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്ലാൻ എന്താണെന്ന് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാക്കിപ്പിച്ചിട്ട് വർഷയും ശ്രീകാന്തിനെയും സ്ഥിരമായിട്ട് അവരുടെ വീട്ടിൽ നിർത്താനാണ് വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെയും പ്ലാന്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സച്ചിയോട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചടങ്ങിൽ. സച്ചി പങ്കെടുക്കാത്ത ചടങ്ങിൽ നമ്മുടെ രവീന്ദ്രനും രേവതിയും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ അവരുടെ നിർബന്ധപ്രകാരം സച്ചി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സച്ചി പങ്കെടുക്കുന്നത് തന്നെ ഇവർക്ക് ഇഷ്ടമായിട്ടില്ല, വർഷയുടെ അച്ഛനെയും അമ്മേനെയും. അപ്പോൾ വർഷയുടെ അമ്മക്കൊരു പ്ലാനിങ് തോന്നും, ഈ സച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സച്ചി ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിക്കോളും. അപ്പോൾ അത് വർഷയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വർഷയുടെ മനസ്സ് മാറ്റിച്ചെടുക്കാനൊക്കെ വർഷയുടെ അമ്മ പ്ലാൻ ചെയ്യുന്നുണ്ട്. വർഷയുടെ അച്ഛനാണെങ്കിലോ രവീന്ദ്രനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, നാണം കെടുത്തുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഷൂസും കൊണ്ട്, ഒരു VIP ഷൂസും കൊണ്ടൊക്കെ രവീന്ദ്രൻ്റെ കാലിൽ ചവിട്ടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ രവീന്ദ്രനും സച്ചി ആയാലും ഒന്നും മിണ്ടില്ല കേട്ടോ. ശ്രുതിയാണെങ്കിലോ സച്ചിയെ കൊണ്ട് മദ്യപിക്കാനൊക്കെ കുറേ നിർബന്ധിക്കും, വേറെ ഒരാളെ കൊണ്ടൊക്കെ സച്ചിക്ക് മദ്യമൊക്കെ കൊടുക്കും. പക്ഷേ സച്ചിയാണെങ്കിൽ പുതിയ കാറ് രേവതി മേടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ മദ്യവിന് തൊടില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ആ പ്ലാനിങ്ങും പൊളിഞ്ഞു. അപ്പോൾ വർഷയുടെ അമ്മയുടെ പ്ലാനിങ്ങും ശ്രുതിയുടെ പ്ലാനിങ്ങും ഒക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. സച്ചി ഒന്നും മിണ്ടാതെ എല്ലാം ക്ഷമയോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഇടയിലാണ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് വർഷയൊക്കെ പുറത്ത് പോവുകയോ കറങ്ങാൻ വേണ്ടി പൂമാലകളൊക്കെ ഊരി വെച്ചിട്ട് അപ്പോഴാണ് അവിടുത്തെ വലിയ പ്രശ്നം നടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വർഷ ഊരി വെച്ച പൂമാലയുടെ കൂട്ടത്തിൽ വർഷയുടെ ഒരു സ്വർണ്ണമാല ഊരിക്കിടപ്പുണ്ടാവും. അപ്പോൾ ആ സമയത്ത് റൂമിൽ ആരും ഉണ്ടാവില്ല. രേവതി വർഷയെ അന്വേഷിച്ചിട്ട് മുറിയിൽ വരുമ്പോഴേക്കും ഈ പൂമാലയിൽ ഈ സ്വർണ്ണമാല കൊളുത്തിക്കിടക്കുന്നത് കാണും. രേവതി അപ്പോൾ ഈ വർഷ ഇതൊക്കെ ആരെങ്കിലും കണ്ട് എടുത്തുകൊണ്ട് പോവില്ലേ, സ്വർണ്ണത്തിനൊക്കെ ഇപ്പം എന്താ വില എന്ന് പറഞ്ഞിട്ട് പൂമാലയിൽ നിന്നും സ്വർണ്ണമാല ഊരിയെടുക്കുവാണ്. ആ ടൈമിലാണ് നമ്മുടെ വർഷയുടെ അമ്മ അച്ഛനും ഒക്കെ കയറി വരുന്നത്. എടി കള്ളി, നീ എന്താടി ഞങ്ങളുടെ മോളുടെ സ്വർണം അടിച്ചു മാറ്റാൻ നോക്കുകയാണോ? എടി കള്ളി, നിന്റെ അനിയൻ കള്ളൻ, നീ കള്ളി, നീ അതിലും വലിയ കള്ളി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ അപമാനിക്കുന്നുണ്ട്. രേവതി പറയും, അയ്യോ അല്ല, ഈ മാലയിൽ കുടുങ്ങിക്കിടന്നത് ഞാൻ നൂരാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരതൊന്നും കേൾക്കുന്നില്ല. നീ കള്ളിയാണ്, നിങ്ങൾ കുടുംബം പോയിട്ട് തന്നെ കള്ളിയാണ്, ഇതാണോടി നീ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്ത് വിശ്വാസത്തിൽ എൻ്റെ മോളെ ഇനി അവിടെ നിർത്തും എന്നൊക്കെ വർഷയുടെ അച്ഛനും അമ്മയൊക്കെ ചൂടാവുന്നുണ്ട്. ആ ടൈമിൽ അവിടെ എല്ലാവരും കൂടുകയും മറ്റുള്ളവരുടെ മുമ്പിൽ രേവതിനെ ഇങ്ങനെ ചീത്ത പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമാവും. രേവതി കരഞ്ഞുകൊണ്ട് പുറത്ത് സച്ചിയുടെ അടുത്തോട്ട് ഓടും. അപ്പോൾ സച്ചിയുടെ അടുത്തെത്തിയിട്ട് സച്ചിനെ ഇളക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ ഇവർക്ക്. ഇവരത് നല്ലോണം ഉപയോഗിക്കും. രേവതിനെ പറയാവുന്നതിൻ്റെ മാക്സിമം പറയും. എന്നിട്ട് പറയും, ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ഓരോ മോഷണങ്ങൾ നടത്തിയിട്ടായിരിക്കുമല്ലേ സുഖമായിട്ട് ജീവിക്കുന്നത്, പൈസ ഒപ്പിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെ അപമാനിക്കുന്നുണ്ട്. നീ ഒരു റൗഡിയാണ്, ഗുണ്ടയാണെന്നൊക്കെ സച്ചിയെ ഒരുപാട് കുറ്റം മോശപ്പെടുത്തി പറയുമ്പോഴും സച്ചി എല്ലാവരുടെ മുമ്പിലും ക്ഷമയോടെ ഇതൊക്കെ കേൾക്കും. കാരണം രേവതിക്കും അച്ഛനൊക്കെ കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, ഈ പരിപാടിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സച്ചി ഒന്നും മിണ്ടില്ല. ലാസ്റ്റ് രേവതിയെ ഇവർ മാക്സിമം മോശപ്പെടുത്തി സംസാരിക്കും. കള്ളി, എൻ്റെ മോളുടെ സ്വർണ്ണമൊക്കെ നീ അടിച്ചു മാറ്റുവാണ്, ഞാൻ എന്ത് വിശ്വാസത്തിൽ അവിടെ നിർത്തും, എനിക്ക് ഇനി നിങ്ങളുള്ള വീട്ടിൽ ഞങ്ങളുടെ മോൾ ഇനി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സച്ചിക്ക് എല്ലാം കൂടി ഭ്രാന്തി കയറിയിട്ടുണ്ടല്ലോ. സച്ചി വർഷയുടെ അച്ഛനെ പിടിച്ചടിക്കുവാണ്. ഈ സമയത്താണ് വർഷ അവിടെ കയറി വരുന്നത്. വർഷ കയറി വരുമ്പോഴത്തേക്കും സീൻ മാറിയോ. വർഷയുടെ അച്ഛൻ അടിക്കുന്നത് കാണുമ്പോൾ വർഷക്ക് പിടിക്കില്ലല്ലോ. വർഷ അവിടെ വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ആ ചടങ്ങ് കൊളാവുകയാണ്. ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണിത്. എൻ്റെ ഭാര്യ അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ രേവതി ഇനി എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അടിക്കും എന്നൊക്കെ സച്ചി നേരത്തെ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വർഷയുടെ അച്ഛനോട്. പക്ഷെ വർഷയുടെ അച്ഛൻ്റെ അമ്മേൻ്റെ സ്വഭാവം അറിയാലോ. സച്ചിയെ മനഃപൂർവ്വം തന്നെ അവരിങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. സച്ചി എന്നിട്ട് സത്യാവസ്ഥയൊക്കെ രേവതിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴും ഇവർ വിശ്വസിക്കില്ല. പിന്നെ അവൾ ഓരോ കള്ളക്കഥ ഉണ്ടാക്കി പറയുവാണെന്നാണ് വർഷയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത്. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ എല്ലാം കണ്ട് ഞെട്ടി നാണം കെട്ടിരിക്കുവാണ്. എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടല്ലോ. രേവതി ഒരു മോഷണക്കാരി ആയല്ലോ എല്ലാവരുടെയും മുമ്പിലും. അപ്പോഴേക്കും ശ്രുതിക്ക് എന്തായാലും സമാധാനമായി. കാരണം ശ്രുതി സച്ചിയെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയിട്ടൊന്നും സച്ചി അതിന് വഴങ്ങിക്കൊടുത്തില്ല. അപ്പോൾ ഇത് ഏതായാലും ഒരു വലിയ പ്രശ്നം തന്നെ അവിടെ നടന്നുകൊണ്ട് ഇനി തൻ്റെ അച്ഛൻ്റെ കാര്യം എല്ലാവരും മറന്നു പോകുമല്ലോ എന്നുള്ള ചിന്തയാണ് ശ്രുതിയുടെ മനസ്സിൽ. ഏതായാലും വർഷയ്ക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വർഷയുടെ അച്ഛനെ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് വർഷ ആ വേദിയിലോട്ട് കയറി വരുന്നത്. ഇനി വർഷയുടെ തീരുമാനം. വർഷ എന്തായാലും ഇനി തിരിച്ച് സച്ചിയുള്ള വീട്ടിലോട്ട് പോകില്ല. അവർ പറയുന്നുണ്ട്, ഇത്രയും കൾച്ചർ ഇല്ലാത്ത ഇവനെയൊന്നും ഞാൻ ഈ പരിപാടിക്ക് വരണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണെന്ന് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്. സച്ചിനെ എല്ലാവരും കൂടി പിടിച്ചു മാറ്റി അവസാനം വലിച്ചു തിരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ കാണേണ്ട എപ്പിസോഡുകൾ തന്നെയാണ് അടുത്ത ആഴ്ചയിലെ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.